എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തന്റെ ഉമ്മാനെയും വാപ്പാനെയും സ്നേഹിക്കുന്ന മക്കൾക്ക് നാളെ ജന്നാത്തുൽ ഫിർദൗസ് ഉണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആർക്ക്? തനിക്ക് ജന്മം നൽകിയ വാപ്പയെയും ഉമ്മയെയും സ്നേഹിക്കുന്ന മക്കൾ, തന്റെ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കൾ, ആ മക്കൾക്ക് നാളെ ഫിർദൗസ് ഉണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ സ്നേഹിക്കണം, ആദരിക്കണം, അവരെ ബഹുമാനിക്കണം, അവരുടെ മനസ്സ് വേദനിപ്പിക്കരുത്. നമ്മുടെ ഉമ്മയുടെയും വാപ്പയുടെയും മനസ്സ് വേദനിപ്പിച്ച നീ ഒരിക്കലും രക്ഷപ്പെടൂല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഉമ്മയുടെ കാൽച്ചുവട്ടിൽ ആ സ്വർഗം കിടക്കുന്നു. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു സ്വഹാബി കടന്നു വന്നിട്ട് ചോദിച്ചു, നബിയേ, വാപ്പയും ഉമ്മയും ജീവിച്ചിരിപ്പുണ്ട്, ഏറ്റവും കൂടുതൽ കടമ ആരോടാ? അള്ളാന്റെ റസൂല് പറഞ്ഞു, നിന്റെ ഉമ്മയോടാ. രണ്ടാമത് ആരോടാ നബി? ഉമ്മയോടാ. മൂന്നാമത് ആരോടാ നബിയെ? ഉമ്മയോടാ. നാലാമത് ആരോടാ നബിയെ? വാപ്പയോടാ. 3 പ്രാവശ്യം പറഞ്ഞത് ഉമ്മ. കാരണം ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ. നിന്നെ ചുമന്നത്, നിന്റെ ചുമലിലേക്ക് നിന്റെ ഭാര്യ കൈയെടുത്ത് വെച്ച് ഒരു 5 മിനിറ്റ് എത്തിയാ നീ പറയും എടുക്കാൻ. സ്വന്തം ഭാര്യ, സ്വന്തം മക്കള് ഒരു 5 മിനിറ്റ് തോളി കൈവച്ച നമ്മൾ പറയുന്നത് എടുത്തു മാറ്റുന്നത്. എന്നാ 9.5 മാസം നിന്റെ ഉമ്മ വയറ്റിലിട്ടിട്ട് നിന്നെ ചുമന്നു. ആ പാപത്തിനൊരു മടിയും തോന്നിയില്ല. എല്ലാരും കല്യാണത്തിന് പോയി, ഉമ്മയ്ക്ക് പോകാൻ പറ്റൂല. എല്ലാരും ഭക്ഷണം കഴിക്കുന്നു, വയറ് നിറച്ച്. നിന്റെ ഉമ്മയ്ക്ക് കഴിക്കാൻ പറ്റണില്ല, ഉമ്മയ്ക്ക് നടക്കാൻ വയ്യ. എന്തിന്? ഒന്ന് നേരെ കടക്കാൻ പോലും വയ്യ. നിന്നെ ചുമന്നുകൊണ്ട് നടന്നത് നിന്റെ ഉമ്മയാ. എന്റെ പ്രിയമുള്ളവരെ, മരണവേദനയുടെ വേദനയെന്നൊന്ന് പ്രസവിച്ചത് നിന്റെ ഉമ്മ തന്നെയാ. അല്ലാഹുവേ, പടച്ചവനെ, നിനക്ക് പ്രായമാകുന്നതുവരെ 2 വയസ്സാകുന്നത് വരെ പാല് തന്ന് വളർത്തിയതും നിന്റെ ഉമ്മയാ. അതുകൊണ്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു, നിന്റെ ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം കിടക്കുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, പടച്ചവനെ, ഉമ്മാന്റെ കാൽച്ചുവട്ടിലാ സ്വർഗം. വാപ്പയ്ക്ക് സ്ഥാനമില്ല എന്നല്ല, വാപ്പയാരെന്നറിയുമോ? സ്വർഗത്തിന്റെ മധ്യവാതിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മുടെ വാപ്പ സ്വർഗത്തിന്റെ മധ്യവാതിൽ, ഉമ്മയുടെ കാൽച്ചുവട്ടിൽ സ്വർഗം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉമ്മാനെ ചീത്ത വിളിക്കുന്ന എത്ര മക്കളുണ്ട്! ഉമ്മാനെ ചീത്ത വിളിക്കുന്ന മക്കൾ, ഉമ്മാനെ തല്ലുന്ന മക്കൾ, ഉമ്മാനെ വിളിക്കുന്നത് കിളവി. മിണ്ടാതെ അവിടെ കാണാൻ മൂലയിൽ ഇരുന്നോണം. ഉമ്മാനോട് പറയാ, പടച്ച റബ്ബേ, ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന എത്രയോ മക്കൾ. എങ്ങനെ കഴിയുന്ന മുസ്ലിമേ, എങ്ങനെ കഴിയുന്ന മനുഷ്യ! എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഉമ്മ കൊട്ടാരം പോലെ നീ വിവാഹം കഴിച്ചു, നിനക്കൊരു ജോലിയായി, ഒരു സുന്ദരിയായ പെണ്ണിനെ കിട്ടി, വലിയ വീടൊക്കെ വെച്ചപ്പോ നിന്റെ ഉമ്മ നിന്റെ വീടിനകത്തൊന്ന് ബോധമില്ലാതെ കടന്നൊന്ന് മൂത്രമൊഴിച്ചു, ഒന്ന് കാഷ്ടിച്ചു. നിന്റെ ഉമ്മ അറിയാതെ നിന്റെ വീടിനകത്തൊന്ന് കാറി തുപ്പിയപ്പോ നീ നിന്റെ ഉമ്മാനെ ചീത്ത വിളിച്ചില്ലേ മോനെ? നിന്റെ കൊട്ടാരം പോലെ പണിത് വെച്ചിരിക്കുന്ന വീട്ടിനകത്ത് നിന്റെ ഉമ്മയൊന്ന് തുപ്പിയപ്പോ അറിഞ്ഞോണ്ടല്ലോടാ, അറിയാതെ ആ പാവം രോഗം പിടിച്ച് കിടക്കുമ്പോ നിന്റെ ഉമ്മയൊന്ന് തുപ്പിയപ്പോ, ഒന്ന് മലമൂത്ര വിസർജനം നടത്തിയപ്പോ നീ ഉമ്മാനെ വഴക്ക് പറഞ്ഞില്ലേ മോനെ? എടാ, നീ എത്ര പ്രാവശ്യം നിന്റെ ഉമ്മാന്റെ മടി കിടന്ന് മൂത്രമൊഴിച്ചു? ഞാനും നിങ്ങളും നമ്മുടെ ഉമ്മാന്റെ മടി കിടന്ന് മൂത്രമൊഴിച്ചില്ലേ? ഉമ്മാന്റെ ശരീരത്തിലൂടെ വിസർജിച്ചില്ലേ? ഉമ്മ സ്നേഹത്തോടെ എടുത്ത് തോളി വെച്ചപ്പോ ഞാനും നിങ്ങൾ ഉമ്മാന്റെ തോളിലൂടെ എത്ര പ്രാവശ്യം, ഉമ്മാന്റെ മുടിയിൽ, ഉമ്മാന്റെ മുഖത്ത് എത്ര പ്രാവശ്യം ഞാനും നിങ്ങൾ ഛർദിച്ചു? ഉമ്മ നമ്മളെന്തെങ്കിലും പറഞ്ഞോ മനുഷ്യ? ഉമ്മ എന്തെങ്കിലും നമ്മളെ പറഞ്ഞോ? മോനെ എന്ന് പറഞ്ഞ് നെഞ്ചത്തോട് ചേർത്ത് വെച്ച ആ പാപത്തിന് നിനക്കെങ്ങനാ മനുഷ്യ വേദനിപ്പിക്കാൻ കഴിയുക? ആ പാപത്തിന് നിനക്ക് എങ്ങനെ തല്ലാൻ കഴിയുന്നു? എങ്ങനെ ചീത്ത വിളിക്കാൻ കഴിയുന്നു? എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കരുത്, ഉമ്മയുടെയും വാപ്പയുടെയും മനസ്സ് വേദനിപ്പിക്കരുത്. വേദനിപ്പിച്ച മോനെ, അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയോ? അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് സ്നേഹത്തോടെ പറയുകയാ, സഹോദരിമാർക്ക് ഭർത്താവിന്റെ ഉമ്മാനെ ഇഷ്ടമല്ല, ഭർത്താവിന്റെ ഉമ്മാനെ ഇഷ്ടമല്ല. പെണ്ണുങ്ങൾ എങ്ങനെയെങ്കിലും ഭർത്താവിനെയും ഉമ്മാനെയും തമ്മിലടിപ്പിക്കാനാ നോക്കുന്നത്. പെണ്ണെ, സ്വന്തം ശവക്കല്ലറ തോണ്ടല്ല പെങ്ങളെ.
നീ നിന്റെ ഭർത്താവിനെയും ഭർത്താവിന്റെ ഉമ്മേനെയും തമ്മിലടിപ്പിച്ച് പിണക്കിയാൽ അള്ളാഹു നിനക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയുവോ? നിന്റെ ഭർത്താവിന്റെ ആയുസ് അള്ളാഹു കുറച്ചു കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന മക്കളുടെ ആയുസ് അള്ളാഹു വെട്ടിക്കുറയ്ക്കും. മക്കളുടെ ആയുസ് അല്ലാഹു വെട്ടിക്കുറയ്ക്കും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഉമ്മാനെയും അപ്പാനെയും സ്നേഹിച്ചാൽ, അവർക്ക് ഖിദ്മത്ത് ചെയ്താൽ, സ്നേഹത്തോടെ മാതാപിതാക്കളോട് നിനക്കൊന്ന് പെരുമാറാൻ കഴിഞ്ഞാൽ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം അല്ലാഹു നിന്റെ ആയുസ് നീട്ടിത്തരികയാ. അല്ലാഹു നിന്റെ ആയുസ് നീട്ടിത്തരും ചെറുപ്പക്കാരാ. 2, അല്ലാഹുവിന്റെ പൊരുത്തം നിനക്ക് ലഭിക്കുകയാ. പടച്ചറപ്പിന്റെ പൊരുത്തം നിനക്ക് ലഭിക്കുകയാണ്. 3, നല്ല മരണമാ. ഉമ്മാനെ വേദനിപ്പിക്കല്ലേ. ഉമ്മാനെ സ്നേഹിക്കുന്ന മക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം നല്ല മരണമാണ്. എന്റെ പ്രിയമുള്ളവരെ, 4ാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വർഗ്ഗത്തിലൂടെ നടന്നു പോകുമ്പോ ഒരു ചെറുപ്പക്കാരൻ സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്തിരുന്ന് ഖുർആൻ ഓതുകയാ. സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്തിരുന്ന് ഖുർആൻ ഓതുകയാണ്. എല്ലാവരും ആ ഖുർആൻ ഓതൽ ഇങ്ങനെ ആകാംക്ഷയോടെ അത്ഭുതത്തോടെ കേൾക്കുകയാ. മനോഹരമായ ശബ്ദമാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു മലക്കുകളോട്, ആരാ ഈ സ്വർഗ്ഗത്തിലിരുന്ന് ഖുർആൻ ഓതുന്നതാരാ? എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ മലക്കുകളെ. ആ സമയത്ത് പറയുന്നു, നബിയേ, ഹാരിസ് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സഹാബിയോ സ്വർഗ്ഗത്തിലിരുന്ന് ഖുർആൻ ഓതുകയോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, ആയിഷ, സ്വർഗ്ഗത്തിലിരുന്ന് ഖുർആൻ ഓതുന്ന ഒരു സഹാബിയെ കണ്ടു. ആയിഷ, ആരാരബിയേ? അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലിരുന്ന് ഖുർആൻ ഓതുന്ന, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലിരുന്ന് ഖുർആൻ ഓതുന്ന ആടിമയാരാ നബിയേ? ആ സ്വഹാബി ആരാ നബിയേ? ഹാരിസ് ഇബ്നു നുഅ്മാൻ. അല്ലാഹു ഈ പ്രതിഫലം കൊടുക്കാനുള്ള കാരണം എന്തെന്നറിയോ? കദാക്കൽ ബിർറു. ഉമ്മാനെ സ്നേഹിച്ചതിന് അല്ലാഹു കൊടുത്ത പ്രതിഫലമാ. വാപ്പയെ സ്നേഹിച്ചതിന്, ഉമ്മാനെ സ്നേഹിച്ചതിന് പടച്ചറപ്പ് കൊടുത്ത പ്രതിഫലമാ. എന്റെ പ്രിയമുള്ളവരെ, വാപ്പയെയും ഉമ്മയെയും നീ കണ്ണീര് കുടിപ്പിച്ച അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം നിന്റെ ആയുസ് അല്ലാഹു വെട്ടിക്കുറയ്ക്കും. നിന്റെ ആയുസ് അല്ലാഹു വെട്ടിക്കുറയ്ക്കും. 2, നിന്റെ മക്കള് നിന്നെ വേദനിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉമ്മാനെ തല്ലിയിട്ടുണ്ടോ? വാപ്പാനെ ചീത്ത വിളിപ്പിച്ചിട്ടുണ്ടോ? മാതാപിതാക്കളുടെ കണ്ണ് നിറപ്പിച്ചിട്ടുണ്ടോ? രക്ഷപ്പെടൂല വാപ്പാ. നിന്റെ മക്കളും ഇതുപോലെ നിന്നെ കണ്ണുനീര് കുടിപ്പിക്കും ചെറുപ്പക്കാരാ. നിന്റെ മക്കളും നാളെ നിന്നോട് ഇതാണ് ചെയ്യുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഉമ്മാനെയും വാപ്പാനെയും മനസ്സ് വേദനിപ്പിച്ചാ രക്ഷപ്പെടൂല. ഈ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു ശിക്ഷ തരും. പരലോകത്തല്ല, മരണത്തിന് ശേഷമല്ല, ഖബറിനകത്തല്ല. ഈ ദുനിയാവിൽ നിന്ന് കണ്ണടയുന്നതിന് മുമ്പ് അല്ലാഹു നിനക്ക് ശിക്ഷ തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ഉമ്മ പറയുന്നതനുസരിക്കടോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, ഉമ്മ പോകല്ലേ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകല്ലേ. എന്റെ പ്രിയപ്പെട്ടവർക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാം. യുവതലമുറകൾക്ക് ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാ. ഫദിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. തന്റെ പ്രിയപ്പെട്ട വാപ്പ മരണപ്പെട്ടു. ഉമ്മ മറ്റൊരു വിവാഹം കഴിച്ചില്ല. പ്രായമുണ്ടായിട്ടും വിവാഹം കഴിച്ചില്ല. കാരണം മകനെ വല്ലാത്ത സ്നേഹവാ. ഇന്നും അങ്ങനെ എത്രയോ മാതാപിതാക്കളുണ്ട്.
20, 30, 35 വയസ്സായപ്പോ ഭർത്താവ് മരിച്ചു. മക്കൾക്ക് വേണ്ടി ജീവിച്ച എത്രയോ ഉമ്മമാരെ നമുക്കറിയാം. ഇന്ന് ആ പാവങ്ങളുടെ അവസ്ഥ എന്താ? മക്കളൊക്കെ വളർന്ന് നല്ല നിലയിലെത്തിയപ്പോ പെറ്റുമ്മാനെ വേണ്ടാത്ത എത്രയോ മക്കളുണ്ട്. ഫതിലെന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ അടുക്കൽ കൂട്ടുകാര് മുഴുവനും പറഞ്ഞു, ഫതിലേ ഞങ്ങളെല്ലാവരും ഉംറയ്ക്ക് പോവുകയാ, നീ വരുന്നോ ഫതില്? ഞങ്ങളെല്ലാവരും ഉംറയ്ക്ക് പോകുകയാണ്, നീ കൂടെ വരുന്നോ ഫതില്? ഫതില് പറഞ്ഞു, എന്റെ ഉമ്മയോട് ചോദിക്കട്ടെ, എന്റെ ഉമ്മയോട് ചോദിക്കട്ടെ. ഫതിലെന്ന് പറയുന്ന ചെറുപ്പക്കാര് വീട്ടിൽ വന്നിട്ട് ഉമ്മയോട് ചോദിച്ചു, ഉമ്മ എല്ലാവരും ഉംറയ്ക്ക് പോവുകയാ, ഞാനാണെങ്കിൽ ഇതുവരെ കഅബ കണ്ടിട്ടില്ല, എനിക്ക് വല്ലാത്ത മോഹമാ ഉമ്മ, എന്റെ കൂട്ടുകാരുടെ കൂടെ ഞാനും വന്ന് പോകട്ടെ. ആ പ്രായമുള്ള ഉമ്മ പറഞ്ഞു, മോനെ ഫതിലേ, നീ പോയാൽ എനിക്കാരുമില്ലല്ലോ, എന്റെ കാര്യങ്ങൾ നോക്കാൻ ആരുമില്ലല്ലോ, എന്റെ പൊന്നുമോന് പിന്നെ പോകാ. ഫതിലെന്ന് പറയുന്ന ചെറുപ്പക്കാര് കൂട്ടുകാരെടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, എന്റെ ഉമ്മ എനിക്ക് അനുവാദം തന്നില്ല, അവരെല്ലാവരും കളിയാക്കുകയോ, കറങ്ങാനല്ല ആഘോഷിക്കാറല്ലോ, അല്ലാഹുവിന്റെ കഅബ കാണാനാ നിന്നെ വിളിക്കുന്നത്, ഇതിനു പോലും നിന്റെ ഉമ്മ അനുവാദം തരുന്നില്ലല്ലോ. എല്ലാവരും ഫളിനെ കളിയാക്കുകയോ. വീട്ടിലേക്ക് വേദനിക്കുന്ന മനസ്സോട് കടന്നു വന്നിട്ട് പ്രായമായ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ ഞാനും കൂടെ പോകട്ടെ? ഉമ്മ പറഞ്ഞു, വേണ്ട മോരെ, പോകണ്ട മോര്. ഫളിലെന്ന് പറയുന്ന ചെറുപ്പക്കാരന് വല്ലാത്ത ദേഷ്യം വന്നു. ഉമ്മയുടെ അനുവാദം ചോദിച്ചില്ല. അല്ലാഹുവേ, മക്കയിലേക്ക് പോകാൻ ഇറങ്ങുകയോ. വീട് വിട്ടിറങ്ങി ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് ആ ചെറുപ്പക്കാരൻ ഇറങ്ങുകയാണ്. അല്ലാഹുവേ, നടന്നു പോകുമ്പോ മനസ്സിനകത്തൊരു സമാധാനമില്ല. ഉമ്മയെയും വേദനിപ്പിച്ചു, കൂട്ടുകാരുടെ കൂടെ എത്താനും കഴിയുന്നില്ല. വല്ലാത്ത സമാധാനമില്ലാതെ ഇങ്ങനെ കടന്നു പോകുമ്പോ ഫളില് ചിന്തിച്ചു, അല്ലാ റബ്ബേ, 2 റക്അത്ത് നമസ്കരിച്ചാ സമാധാനം കിട്ടുമല്ലോ, 2 റക്അത്ത് നിസ്കരിച്ച മനസമാധാനം കിട്ടുമല്ലോ. ഫളിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പള്ളിക്കകത്ത് കയറി നിസ്കരിക്കാൻ കൈകെട്ടി. അല്ലാ, ആ സമയത്ത് നാട്ടുകാര് മുഴുവനും പള്ളിയിലേക്ക് ഓടി വരികയാ, നാട്ടുകാര് മുഴുവനും പള്ളിയിലേക്ക് ഓടി വരികയാ. ഒരു വലിയ മോഷണം നടന്നു. കള്ളനോടിയത് പള്ളിയുടെ ഭാഗത്തേക്കാ. യഥാർത്ഥത്തിൽ കള്ളനോടി രക്ഷപ്പെട്ടു. നാട്ടുകാര് മുഴുവനും പള്ളിയുടെ മുന്നിൽ വന്നപ്പോ ഫളിലെന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കാണുകയാണ്. അവനാണ് കള്ളനെന്ന് പറഞ്ഞ് നാട്ടുകാര് മുഴുവനും കൈകാല് പിടിച്ച് കെട്ടുകയോ, എല്ലാവരും തല്ലുകയാണ്. എന്നിട്ട് ആ ചെറുപ്പക്കാരന് കൊടുത്ത ശിക്ഷ എന്തെന്നറിയുവോ? 2 കൈയും വെട്ടിമുറിക്കുകയോ, 2 കാലും വെട്ടിമുറിച്ചു, 2 കൈയും വെട്ടിമുറിച്ചു. ഇനി ഒരിക്കലും ഇവൻ മോഷ്ടിക്കരുതെന്ന് പറഞ്ഞവന്റെ കണ്ണ് 2ഉം ചൂഴ്ന്നെടുക്കുകയോ. എന്നിട്ട് എല്ലാവരും കള്ള എന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോ ഫളിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വിളിച്ചു പറഞ്ഞു, എന്നാരും കള്ള എന്ന് വിളിക്കല്ലേ, ഞാനൊരു കള്ളനല്ല. എന്റെ ഉമ്മായുടെ മനസ്സ് വേദനിപ്പിച്ചതിന് അല്ലാഹു എനിക്ക് തന്ന ശിക്ഷയാ. എന്റെ പ്രിയമുള്ളവര്, അവസാനം കമ്പിൽ കെട്ടിയിട്ട് കൊണ്ടുപോയി തെരുവിൽ വലിച്ചെറിയുകയാണ്. ഫളിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ രക്തത്തിൽ കുളിച്ച് മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് ആ തെരുവിൽ കിടന്ന് യാചിക്കുകയോ, ആരെങ്കിലും എന്നെ വന്ന് സഹായിക്കുവോ, എന്റെ ഉമ്മയുടെ മുന്നിൽ എന്നെ ഒന്ന് കൊണ്ടുപോകുവോ, ഞാനിവിടെ കിടന്നു മരിച്ചാ ഖസ്റത്ത് ദുനിയാ വൽ ആഖിറ,
എന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും. മരിക്കുന്നതിന് മുമ്പ് എന്റെ ഉമ്മയോടൊന്ന് പൊരുത്തം ചോദിക്കാരോ, എന്റെ ഉമ്മയോടൊന്ന് പൊരുത്തം ചോദിക്കാരോ. ഫദ്ലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കിടന്ന് യാചിക്കുന്നത് കണ്ടപ്പോ ഏതോ യാത്രക്കാരെടുത്ത് കൊണ്ടുപോവുകയാണ്. പറഞ്ഞ അടയാളം വെച്ചു ഒരു വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചു, ഒരു വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചു. അല്ലാഹുവേ, വീടിന്റെ കവാടം തുറന്നൊരു പ്രായമുള്ള ഉമ്മ ഇറങ്ങി വരികയാണ്. അവർ ചോദിച്ചു, ഉമ്മ, ഈ കിടക്കുന്ന ചെറുപ്പക്കാരനെ അറിയുമോ ഉമ്മ? ഉമ്മ നോക്കുമ്പോ കണ്ണില്ലാതെ കൈയില്ലാതെ കാലില്ലാതെ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നത് കണ്ടപ്പോ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ലോ. ഉമ്മ പറഞ്ഞു, എനിക്കറിയില്ല. ഉമ്മ പറഞ്ഞു, എനിക്കറിയില്ല. ഉമ്മയുടെ ശബ്ദം അങ്ങ് കേൾക്കേണ്ട താമസം ഫദ്ല് വിളിക്കുന്നു, ഉമ്മ, നിങ്ങളുടെ പൊന്നുമോന് ഫദ്ലാവുമ്പ. ഉമ്മയെ വേദനിപ്പിച്ചിട്ട് മക്കയിൽ പോയ മകനാ, എനിക്കല്ലാഹു അതിന് പകരം തന്ന ശിക്ഷയാവുമ്പോ പടച്ചറപ്പേ, തന്റെ പൊന്നുമോന്റെ അവസ്ഥ കണ്ടിട്ട് ആ പ്രിയപ്പെട്ട മാതാവ് തന്റെ പൊന്നുമകന്റെ തലയെടുത്ത് മടിയിൽ വെച്ചിട്ട് കരയുന്നു. അല്ലാ, എന്റെ പൊന്നുമോൻ ഇങ്ങനെ ഒരവസ്ഥ വന്നല്ലോ. ഫദ്ല് ചോദിക്കും, ഉമ്മ, എനിക്കൊന്ന് പൊരുത്തം തരുവോ? ഉമ്മ, എനിക്കൊന്ന് പൊരുത്തം തരുവോ? എന്റെ പ്രിയമുള്ളവരെ, നിനക്ക് സ്വർഗം വേണോ ചെറുപ്പക്കാരാ? ഞാനും നിങ്ങളും എത്രയോ പ്രാവശ്യം ഉമ്മാനെ വഴക്ക് പറഞ്ഞു. ഉമ്മയുടെ മനസ്സ് എത്രയോ പ്രാവശ്യം വേദനിപ്പിച്ചവരാ. സ്വർഗം വേണോ മോരെ? ഇന്ന് വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് പ്രായമുള്ള ഉമ്മയുടെ കാല് പിടിച്ചിട്ട് ഉമ്മയുടെ കാലിന്റെ ചുവട്ടിൽ ഇങ്ങനെ ചുംബിച്ചിട്ട് പറവുമ്മ, എന്നെ എത്ര വേണമെങ്കിലും ചവിട്ടിക്കോ, ഉമ്മ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എനിക്ക് പൊരുത്തം തരടേ ഉമ്മ. വാപ്പയുടെ കാല് പിടിച്ചിട്ട് പൊരുത്തം ചോദിച്ചോ, ഇല്ലെങ്കിൽ രക്ഷപ്പെടില്ല മുസ്ലിമേ. ഹാഫിളാണെങ്കിലും ആലിമാണെങ്കിലും ഹജ്ജ് ചെയ്തവനാണെങ്കിലും ഉംറ ചെയ്തവനാണെങ്കിലും 5 നേരം നിസ്കരിക്കുന്നവനാണെങ്കിലും നിസ്കാര തടമ്പുള്ളവനാണെങ്കിലും പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കുന്നവനാകണമെങ്കിലും എന്റെ പ്രിയമുള്ളവരെ, ഉമ്മയുടെയും വാപ്പയുടെയും പൊരുത്തമില്ലാതെ നിനക്ക് സ്വർഗം ലഭിക്കൂല ചെറുപ്പക്കാരോ. അതുകൊണ്ട് പെങ്ങള്, നീ പ്രത്യേകിച്ച് ചോദിക്കണം മോള്, നിനക്കൊരു ഭർത്താവിനെ കിട്ടിയപ്പോ പെറ്റ ഉമ്മ നിനക്ക് വേണ്ടല്ലോ. നിന്റെ ഉമ്മാനെ നിനക്ക് തിരിഞ്ഞു നോക്കാ സമയമില്ലല്ലോ. നിനക്ക് നിന്റെ ഭർത്താവും മക്കളും മതിയല്ലോ. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവരുടെ കാല് പിടിച്ചോ. ഇനി മരിച്ചവരാണോ? നാളെ രാവിലെ സുബഹി കഴിഞ്ഞിട്ട് പള്ളിക്കാട്ടിന് വാപ്പയുടെയും ഉമ്മയുടെയും ഖബറിന്റെ ചാരത്ത് ചെന്നിരുന്നിട്ട് പൊട്ടിക്കരഞ്ഞ് പൊരുത്തം ചോദിക്കടേ. ഇല്ലാതെ നിനക്ക് സ്വർഗം കിട്ടൂല, ഇല്ലാതെ നിനക്ക് രക്ഷപ്പെടാൻ കഴിയൂല. അതുകൊണ്ട് പാതിരാത്രി ഒരുമിച്ച് കൂടിയവരോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഹാബാ, ചില മക്കളുണ്ടല്ലോ മരിച്ചാലും മാതാപിതാക്കളെ വേദനിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ജീവിച്ചിരുന്ന കാലത്തും സമാധാനം കൊടുക്കൂല, മരിച്ചതിന് ശേഷവും സമാധാനം കൊടുക്കൂല. അങ്ങനെ ചില മക്കളുണ്ട്. ആ മക്കൾ ആരെന്നറിയുവോ? എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ വാപ്പയുണ്ടല്ലോ, ഈ സദസ്സിലിരിക്കുന്ന പലരുടെയും മാതാപിതാക്കളുടെ അവസ്ഥ എന്തെന്നറിയുവോ? ജീവിച്ചിരുന്ന കാലത്ത് ഒരു മനുഷ്യന്റെ മുന്നിലും അവര് കൈനീട്ടിയിട്ടില്ല. അവരൊരാളുടെ മുന്നിലും എനിക്ക് എന്തെങ്കിലും തരണേ എന്ന് യാചിച്ചിട്ടില്ല. ഭക്ഷണമില്ലെങ്കിൽ അവര് പട്ടിണി കിടന്നിട്ട് നിനക്ക് ഭക്ഷണം തന്നു. എന്റെ പ്രിയമുള്ളവര്, അങ്ങനെ വളർത്തിയ മാതാപിതാക്കളുടെ ഇന്നത്തെ ഗതികേട് എന്തെന്നറിയുവോ? ഖബറിനകത്ത് കിടന്നിട്ട് അവര് യാചിക്കുന്നു, അല്ലാ, ആരെങ്കിലും എനിക്കൊന്ന് ദുആ ചെയ്യണേ അല്ലാ. എന്റെ
എന്റെ മക്കൾ എന്നെ മറന്നു, എന്റെ കൂടപ്പിറപ്പെന്നെ മറന്നു. അതുകൊണ്ട് ഈ ലോകത്താരെങ്കിലും എനിക്കൊന്ന് ദുആ ചെയ്യടേ എന്ന് പല മാതാപിതാക്കളും ഖബറിൽ കിടന്ന് യാചിക്കുകയാ. സ്വന്തം മാതാപിതാക്കളെ യാചിപ്പിക്കുന്ന മക്കളെ, നാളെ നിന്റെ ഗതിയും ഇത് തന്നെയോ, നാളെ നിന്റെ അവസ്ഥയും ഇത് തന്നെയോ, നാളെ നിന്റെ മക്കളും നിന്നോട് പ്രവർത്തിക്കുന്നത് ഇത് തന്നെയോ. അതുകൊണ്ട് പാതിരാത്രി ഒരുമിച്ച് കൂടിയവരോട് വഅദ് നിർത്തുകയോ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംഘടനയോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമല്ലോ. അതുകൊണ്ടൊരു ചെറിയ സദക്ക ചോദിക്കുകയാണ്, ഒരു ചെറിയ സദക്ക നിങ്ങളോട് ചോദിക്കുകയാ. ഇത് നിങ്ങൾക്കല്ല, ഇത് നമ്മൾക്കല്ല, ഇതാർക്കുള്ള സദക്കയെന്നറിയുവോ? അല്ലാഹുവേ, നിനക്ക് വേണ്ടി ജീവിച്ച നിന്റെ വാപ്പ, നിനക്ക് വേണ്ടി ജീവിച്ച നിന്റെ ഉപ്പ, നിന്നെ നൊന്ത് പ്രസവിച്ച ഉമ്മ, അവര് ഖബറിനകത്തല്ലേ? അവരുടെ ഖബറിനകത്ത് സ്വർഗത്തിന്റെ കവാടം തുറക്കാരാ. സ്വന്തം വാപ്പയ്ക്കും ഉമ്മയ്ക്കും സ്വർഗം കിട്ടുന്നതിന് വേണ്ടിയോ, ആ മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടാരോ, ആ മാതാപിതാക്കള് ജന്മം നൽകിയ വാപ്പയെയും ഉമ്മയെയും സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയോ ഒരു ചെറിയ സദക്ക ചോദിക്കുകയോ ഇപ്പൊ തരണമെന്ന് പറയുന്നില്ല. അടുത്ത വർഷം ഈ പാവപ്പെട്ടവർ, എന്റെ പ്രിയമുള്ളവരെ, ഇവിടെ ഒരു നല്ല കാര്യം ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ കഴിയുമോ? ഒരു ചെറിയ സദക്ക ചോദിക്കുകയാണ്. ആരോട് പറഞ്ഞു വെച്ചിട്ടില്ല. ചോദിക്കുമ്പോ ചാടിയെഴുന്നേറ്റ് പറയാൻ ഒരാളെയും നിർത്തിയിട്ടില്ല. അല്ലാഹുവേ, ഈ ഒരുമിച്ച് കൂടിയ നൂറുകണക്കിന് അടിമകളിൽ സ്വന്തം വാപ്പയെയും ഉമ്മയെയും സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കള് നീ തെരഞ്ഞെടുക്കടേ അല്ലാ. അല്ലാഹുവേ, നീ അവരുടെ മനസ്സിൽ തോന്നല് കൊടുക്കടേ അല്ലാ. പടച്ചുറപ്പേ, അവർക്ക് സാലിഹായ മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാരേ.